മലപ്പുറം കവളപ്പാറയിലേക്ക് പോവുകയാണ്. അവിടെ പരിക്കേറ്റ നിലയിൽ കണ്ട കാട്ടാന ഇനിയും കാടു കയറിയിട്ടില്ല. വനംവകുപ്പിന്റെ അനാസ്ഥയെ തുടർന്നാണ് ആന ജനവാസ മേഖലയിൽ തുടരുന്നതെന്ന് നാട്ടുകാർ ആരോപിക്കുന്നുണ്ട്. മലപ്പുറത്ത് നിന്ന് വിപിൻ സി വിജയനാണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. വിപിൻ, നാട്ടുകാർക്ക് ഒരുപാട് ആശങ്കയുണ്ടാക്കുന്ന കാര്യമാണ്. എന്താണ് വനംവകുപ്പിന്റെ ഭാഗത്തു നിന്ന് അത്തരത്തിലൊരു പ്രതികരണം ഉണ്ടാകാത്തത്? ക്രിസ്റ്റീന, ഇപ്പോഴും ആന കാട് കയറിയിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ജനങ്ങളുടെ ഈ ഒരു ഭീതി വർദ്ധിപ്പിക്കുന്നത്. ഇത് കവളപ്പാറയിലാണ് സംഭവം. അപ്പോൾ ഏകദേശം ഒരു 1.5 ആഴ്ചയിലേറെയായി ആന പല ഭാഗങ്ങളിലായിട്ട് കാണുന്നുണ്ട്. കവളപ്പാറയിൽ ആ ദുരന്തമുണ്ടായതിനൊക്കെ ശേഷം ആ പ്രദേശത്ത് അധികം ആളുകൾ താമസമില്ല. അപ്പോൾ അവിടേക്ക് കാട്ടാന ഇറങ്ങി വരികയും പിന്നീട് ഇത് കാട് കയറുന്നില്ല. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒരു തെങ്ങ് മറച്ചിടാൻ ശ്രമിക്കുന്നതിനിടെ ഒരു ഇലക്ട്രിക് പോസ്റ്റ് ആനയുടെ ദേഹത്തേക്ക് മറിയുകയും അതിന്റെ കാലിന് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ പരിക്കേറ്റ ആനയാണ് ഇപ്പോൾ ഈ കാട് കയറാതെ ഈ ജനവാസ മേഖലയിൽ തന്നെ ഈ ഒരു ആശങ്കയായി നിൽക്കുന്നത്. അപ്പോൾ ഈ ഒരു വനംവകുപ്പിന്റെ ഭാഗത്ത് നിന്ന് ഒരു തവണ ഇതിനെ ചികിത്സിക്കുന്നതിന് വേണ്ടി അവശനിലയിൽ കണ്ടെത്തിയതിനെ തുടർന്ന് നാട്ടുകാർ അറിയിച്ചിരുന്നു. അങ്ങനെ വനംവകുപ്പിന്റെ ഭാഗത്ത് പോയി എന്നുണ്ടെങ്കിലും ആന ഈ ഒരു കൂട്ടത്തിന് നേരെ തിരിയുകയും വനപാലകർ ചിതറി ഓടുകയുമായിരുന്നു. ഡോക്ടർമാർ ഉൾപ്പെടെയാണ് ചിതറി ഓടിയത്. അതിൽ അവിടെ ഉണ്ടായിരുന്ന താൽക്കാലിക വാച്ചർക്ക് വീണ പരിക്കേൽക്കുകയും അദ്ദേഹത്തിന്റെ കാലിനൊക്കെ ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു. പക്ഷേ അതിനുശേഷം ഈ ആനയെ മയക്കുവെടി വയ്ക്കുകയോ അല്ലെങ്കിൽ ഈ പ്രദേശത്ത് നിന്ന് മാറ്റുന്നതിനോ വേണ്ടിയിട്ടുള്ള ഒരു സ്ഥിരമായിട്ടുള്ള ഒരു സംവിധാനവും വനംവകുപ്പിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് കവളപ്പാറയിലെ നാട്ടുകാർ പ്രധാനമായും പറയുന്നത്. അവരുടെ ഒരു ആശങ്കയും അത്തരത്തിലാണ്. കഴിഞ്ഞ ദിവസം അത് പറമ്പിലൊക്കെ ആനയെ കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത് ചക്കയിട്ടൊക്കെ കഴിക്കുന്നുണ്ട്. ഇങ്ങനെ ജനവാസ മേഖലയിൽ ഒരു ആന തമ്പടിച്ചിരിക്കുന്നു. അതിന്റെ കാലിന് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. അതിനെ ചികിത്സിക്കാനോ മറ്റ് നടപടികൾക്കോ വേണ്ട വിധത്തിലുള്ള ഒരു താല്പര്യം വനംവകുപ്പിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നില്ല എന്നുള്ള ആരോപണമാണ് ഇതിനോടകം തന്നെ ഉയർന്നിരിക്കുന്നത്. ഒരു തവണ മാത്രമാണ് ഇതിനെ ചികിത്സിക്കുന്നതിന് വേണ്ടി എത്തിയത്. കഴിഞ്ഞ ദിവസമൊക്കെ ഈ വനപാലക സംഘം എത്തുകയും അതിനെ കാട്ടിലേക്ക് വിടാനുള്ള ശ്രമവും നടത്തും. അപ്പോൾ കുറച്ച് ദൂരം കാട്ടിലേക്ക് പോയാൽ തന്നെ പിറ്റേ ദിവസം രാവിലെ വീണ്ടും ഈ ആന ജനവാസ മേഖലയിലേക്ക് എത്തുന്ന കാഴ്ചയാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ആശങ്ക ജനങ്ങളെ വിട്ട് അകലുന്നില്ല. ആന ഇവിടെ നിന്ന് മാറ്റുന്നതിനു വേണ്ടി ഒരു സ്ഥിരമായിട്ടുള്ള ഒരു സംവിധാനം വനംവകുപ്പിന്റെ ഭാഗത്ത് ഉണ്ടാകണം എന്നുള്ളതാണ് കവളപ്പാറക്കാർ പറയുന്നത്. വിപിൻ സി വിജയനാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. ഈ കാട്ടാന ആക്രമണങ്ങൾ ഇങ്ങനെ തുടർച്ചയായിട്ട് ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും അവർക്ക് വല്ലാത്ത ആശങ്കയും ഭീതിയും ഉണ്ടാകും. അപ്പം അതിന് എത്രയും പെട്ടെന്ന് കാട്ടാനയെ കാട് കയറ്റാനുള്ള ഒരു നീക്കങ്ങൾ അത് വനംവകുപ്പിന്റെ ഭാഗത്ത് ഉണ്ടാകണം. അതെ.